ഫസ്റ്റ് സാരി വരുന്നത് പേൾ ക്രീം ആട്ടോ. പേൾ ക്രീമിൽ നല്ല പാറ്റേണിലാണ്, അതിലൊരു എംബ്രോയിഡറി വർക്കും സ്മോൾ സ്വീക്കൻസ് വർക്ക്. നെക്സ്റ്റ് സാരി വീണ്ടും പേൾ ക്രീം തന്നെ വരുന്നത്. സോഫ്റ്റ് സെമി ടെസർ ആണ് സാരിയുടെ ഫാബ്രിക്. ഇതിന്റെ ആ ഒരു ത്രെഡ് വർക്കിന്റെ പാറ്റേൺ മാറിയിട്ടുണ്ട് കേട്ടോ. വീണ്ടും പേൾ ക്രീം തന്നെയാണ് സാരിയുടെ കളർ കേട്ടോ. നല്ലൊരു ഡിഫറെന്റ് ലുക്കിലാണ് ഇതിൽ ആ ഒരു എംബ്രോയിഡറി വർക്ക് വരുന്നത്. എംബ്രോയിഡറി വർക്കിന്റെ പാറ്റേൺ മാറിയിട്ടുണ്ട്. വീണ്ടും ക്രോസ് സ്റ്റിച്ച് എംബ്രോയിഡറി വർക്ക് തന്നെ വരുന്നത് കേട്ടോ. ഇതിൽ വരുമ്പോൾ ഈ ഒരു സ്റ്റൈൽ. നെക്സ്റ്റ് ത്രെഡ് എംബ്രോയിഡറി വരുന്നത് നല്ലൊരു ഫ്ലോറൽ പാറ്റേണിലും ലീഫ് ഡിസൈൻസിലും കേട്ടോ. പേൾ ക്രീം. അടുത്ത സാരി ഫാബ്രിക്കും പാറ്റേൺ എല്ലാം മാറിയിട്ടുണ്ട് കേട്ടോ. ജോർജറ്റ് ആണ്, പ്യുവർ ജോർജറ്റ് ആണ് സാരിയുടെ ഫാബ്രിക്. വീണ്ടും നല്ലൊരു മൾട്ടി കളറിലുള്ള ഒരു പാറ്റേണിലാണ് സാരിയിൽ ആ ഒരു ഡിസൈൻസ് വരുന്നത്. മസ്റ്റേഡിയൽ. നെക്സ്റ്റ് കളർ വരുന്ന ഒരു പപ്പായ ഓറഞ്ചും റെഡും എല്ലാം കൂടിയുള്ള കോമ്പിനേഷനിലാട്ടോ സാരിയിലെ ആ ഒരു ഷിബോരി ഡിസൈൻസ്. കളർ പാലറ്റും ഡിസൈൻ എല്ലാം ഓൾമോസ്റ്റ് സെയിം തന്നെ, ബോഡിയുടെ വരുന്നത് കേട്ടോ. അതേ ആ ഒരു ഷിബോരി. നെക്സ്റ്റ് സാരി പറയുകയാണെങ്കിൽ നല്ലൊരു ഡീപ്പസ്റ്റ് നേവി ബ്ലൂവും സഫേർ ഗ്രീനും, സഫേർ സെയിം അതേ കളർ പാലറ്റിൽ തന്നെ കേട്ടോ. ഡാർക്ക് നേവി ബ്ലൂവും സഫേർ ഗ്രീനും കൂടിയുള്ള കോമ്പിനേഷൻ ആണ്. ഇതിൽ വരുമ്പോൾ വീണ്ടും നല്ലൊരു റയർ കോമ്പിനേഷൻ വരുന്നത് കേട്ടോ. റെഡും പീച്ചും കൂടിയുള്ള കോമ്പിനേഷൻ. വീണ്ടും നല്ലൊരു ബ്യൂട്ടിഫുൾ കോമ്പിനേഷൻ. സഫേർ ഗ്രീനും പേസ്റ്റൽ യെല്ലോയും കൂടിയാണ് സാരിയുടെ കോമ്പിനേഷൻ വരുന്നത്. ഇത് നെക്സ്റ്റ് സാരി ഫാബ്രിക്കും പാറ്റേണും എല്ലാം മാറിയിട്ടുണ്ട്. വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി റേഞ്ചിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന സെയിം പാറ്റേൺ തന്നെ കേട്ടോ. കളർ ഡിഫറൻസ് മാത്രമേ ഉള്ളൂ. നല്ലൊരു ടീൽ ഗ്രീൻ ആണ്. അക്വ ഗ്രീനും ടീൽ ഗ്രീനും കൂടി ചേർന്നിട്ട് നല്ലൊരു സെയിം സ്റ്റൈൽ തന്നെ കേട്ടോ. ലാവൻഡർ ആണ് സാരിയുടെ കളർ. ലാവൻഡറിൽ അതേ വൈറ്റ് ആണ്. വൈറ്റ് ത്രെഡ് ഡിഫറെന്റ് ഫാബ്രിക്കിൽ വന്ന നല്ല ബ്യൂട്ടിഫുൾ കളക്ഷൻസ് ആയിരുന്നു ഇന്നത്തെ വീഡിയോയിൽ വന്നത്. അതിൽ നെക്കോട്ട ഫാബ്രിക്കിൽ